നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മധുരമുള്ള ചക്ക ചിപ്സാണ്. അപ്പോൾ സ്വീറ്റ് ബനാന ചിപ്സ് പോലെ തന്നെ നമുക്ക് ചക്ക ചിപ്സും മധുരമുള്ളത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മധുരമുള്ള ചക്ക വറുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചെനച്ച ചക്കയാണ്. അതായത് പുളി വെച്ച ചക്ക ഉണ്ടല്ലോ, പഴുക്കുന്നതിന് മുമ്പ് പുളി വെച്ച ചക്ക, അതാണ് എടുത്തിരിക്കുന്നത്. ചെറിയ മധുരമുണ്ട് ഇതിന്. കട്ടി കുറഞ്ഞ ചക്കച്ചുളയത് കാരണം ഞാൻ കുറച്ച് വലുതായിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കട്ടിയുള്ള ഭാഗം കുറച്ച് കനം കുറച്ചും കട്ടിയില്ലാത്ത ഭാഗം കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്തിടുമ്പോൾ ആ ചക്കച്ചുള നല്ല കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചക്കച്ചുളയുടെ മോൾ ഭാഗം കുറച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റും. പിന്നെ അടിഭാഗം വളരെ കുറച്ച് മാത്രം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയുള്ളൂ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ചധികം അവർ അടിഭാഗവും കട്ട് ചെയ്ത് കുറച്ച് ഷേപ്പ് കിട്ടാൻ വേണ്ടി കട്ട് ചെയ്ത് കളയാറുണ്ട്. പിന്നെ സാധാരണ ചക്ക വറുക്കാൻ എടുക്കുന്നത് കുറച്ച് കനമുള്ള ചക്കച്ചുളകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചക്കച്ചുളകൾ കുറച്ച് കനം കുറച്ച് തന്നെ വേണം അരിയാനായിട്ട്, അല്ലെങ്കിൽ കുഴഞ്ഞ പോലെ ഉണ്ടാവും. പിന്നെ ചക്ക ഒരുപാട് പഴുത്തു പോകരുത്. പഴുത്തു പോകുമ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നില്ല. ഇത് ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 3 പിടി കട്ട് ചെയ്ത് വെച്ച ചക്ക ഇട്ട് കൊടുക്കാം. അല്പനേരം ഓയിൽ കിടന്നതിന് ശേഷം നമുക്ക് ഉപ്പുനീര് തളിച്ചു കൊടുക്കണം. സാധാരണ ചക്ക വറുക്കാൻ എടുക്കുന്നത് നല്ല മൂത്ത ചക്കയായിരിക്കും, പഴുക്കാറായ നല്ല മൂത്ത ചക്കയായിരിക്കും ചക്ക വറുക്കാൻ എടുക്കുന്നത്. ചക്കയിട്ട് അന്ന് തന്നെ വറുക്കാറാണ് പതിവ്. പിറ്റേന്നായാലും പുളി വയ്ക്കും. അപ്പോൾ കഴിഞ്ഞ തവണ എനിക്ക് ചക്ക കിട്ടിയപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് വറുക്കാൻ പറ്റിയില്ല. പിറ്റേന്ന് എടുത്തപ്പോൾ കുറച്ച് പുളിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. മധുരം വെച്ചാറിന് ഉലത്താനും പറ്റില്ല, ചുള ഒലിഞ്ഞു മാറ്റിയാണ് പഴുപ്പിക്കാനും പറ്റില്ലാതായി. അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ്, സക്സസ് ആവുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ വറുത്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ക്രിസ്പിയായ മധുരമുള്ള ചക്ക ചിപ്സ് കിട്ടി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പുനീര് ഒഴിക്കണം. അതിന് 1 ടീസ്പൂൺ നിറച്ച് ഉപ്പ് കൂടി എടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം. ഒരു 3.5 ടീസ്പൂൺ മാത്രം ഉപ്പുനീര് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ കറക്റ്റ് ഉപ്പായിരുന്നു. അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ നമ്മൾ ഈ ഞാൻ എടുത്തിരിക്കുന്ന ചക്കച്ചുളയുടെ അളവും എണ്ണയുടെ അളവൊക്കെ അനുസരിച്ചിട്ടാണ് കൂടെ കുറേയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ അളവിൽ ഞാൻ 3.5 ടീസ്പൂൺ ഉപ്പുനീര് ഒഴിച്ചു കൊടുത്തപ്പോൾ കറക്റ്റ് ഉപ്പായിട്ട് എനിക്ക് കിട്ടി. ഉപ്പുനീര് കലക്കി ക്യാമറ ഇതിനകത്തേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉപ്പുനീര് ഇതിനകത്തേക്ക് ഒഴിച്ചു ഓൾറെഡി. അപ്പോൾ അത് വീഡിയോയിൽ വന്നിട്ടില്ല. ചക്കച്ചുള മൂത്ത് തുടങ്ങുന്നതിന് മുമ്പ് വേണം ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കാനായിട്ട്. മൂത്ത് തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് സോഫ്റ്റാകും. അപ്പോൾ വറുത്തെടുക്കാൻ കുറച്ചും കൂടെ സമയം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മൂത്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കണം. തുടക്കം മുതൽ ഹൈ ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. എന്നിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കണം, മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. എന്നിട്ട് അല്പം നേരം കൂടി വറുത്തിട്ട് വേണം കോരിയെടുക്കാൻ, അല്ലെങ്കിൽ പെർഫെക്റ്റായിട്ട് ഇത് കിട്ടില്ല. കളറ് പുറമെ ഇങ്ങനെ കളറ് നന്നായിട്ട് മാറിയിട്ടുണ്ടാവും, പക്ഷേ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവില്ല. ഇത് ഏതാണ്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇതിലും കളർ മാറിയിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതുവരെ വെച്ചിട്ടിരിക്കേണ്ട, ഈ സമയത്ത് തന്നെ കോരി മാറ്റണം. നോക്കി നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ചക്ക ചനിച്ചു പോയാലും കുഴപ്പമില്ല. ഫ്രൈ ചെയ്യാറുള്ള ചക്ക ആണെങ്കിൽ നിങ്ങൾ ചനിച്ചു പോയാലും അതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. നല്ല മധുരമുള്ള ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായും നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.